സമ്പത്ത് മാത്രം നോക്കിയിട്ടല്ല, സൗഹൃദത്തിനും ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് പല പടങ്ങളും ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരു കാലഘട്ടവും സുവർണമല്ലാത്തൊന്നും തോന്നിയിട്ടില്ല. ചേച്ചിയൊക്കെ MP അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ സങ്കടം പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിയായിരിക്കും ആദ്യം ഇരുന്ന് കരയണേന്ന് പറഞ്ഞു. അതൊക്കെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എനിക്ക് എന്നെന്നും അത് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഞാൻ ചത്താ പോലും നിങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു കളയും. നാളെ എന്തെങ്കിലും കുഞ്ഞിന് സംഭവിച്ചാൽ എന്റെ 100% ഉത്തരവാദി ഉർവശി ആയിരിക്കും. കേരളത്തിലെ ജനതയെ പോലെ ഭാഗ്യം ചെയ്തവർ ആ കാര്യത്തിൽ വേറൊരാളുണ്ടാവില്ല. ഷൂട്ടിങ്ങിനിടയ്ക്ക് ഞാൻ അയ്യോ ഇങ്ങനെ ഒരു സബ്ജക്ട് ഇനിയിപ്പം ചെയ്യരുതെന്ന് തോന്നിയിട്ടുണ്ട്. കലാകാരന്മാർക്ക് രാഷ്ട്രീയം പറ്റത്തില്ല. അവർക്ക് രാഷ്ട്രീയം പറ്റാത്തത് അവരുടെ കഴിവുകേട് കൊണ്ടൊന്നും വരും. ഓർമ്മ പങ്കുവയ്ക്കാൻ ഞാൻ മറന്നിട്ടേ ഇല്ല സീനിയറിന്. ഒരിക്കലും മറക്കാൻ പറ്റില്ല സീനിയറിന്. വ്യക്തിപരമായിട്ടും എനിക്ക് മറക്കാൻ പറ്റില്ല. ജീവിതത്തിലെ വളരെ എന്താ പറയുക, പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും പരോക്ഷമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ക്ഷീണം വന്ന് കുറച്ച് ഡിലേ ആയാൽ മുഴുവൻ നമ്മുടെ പേരിൽ കുറ്റം കൊണ്ടുവന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാതെ പാക്കപ്പ് ചെയ്ത് പോവും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് എന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളും ഒരുപോലെ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും കാണാനും നേരിട്ട് സംസാരിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കലാകാരിയാണ് നമ്മുടെ എവരെയും മലയാളികളുടെ സ്വന്തം ഉർവശി ചേച്ചി. നമസ്കാരം. ഉർവശി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്തൊക്കെ വിശേഷം വേണം? കണ്ടിട്ട് സുഖമായിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. അതാണ് വിശേഷം. ഉർവശി ചേച്ചി, എല്ലാരും ഉർവശി ചേച്ചിനെ കാണുമ്പോ കാണാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് മിണ്ടാൻ ആഗ്രഹിക്കുന്നു, കലാകാരി, ഇങ്ങനെ ഒരുപാട് വാക്കുകളാണല്ലോ ഉർവശി ചേച്ചി കേൾക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ, ഇതൊക്കെ കേൾക്കുമ്പോ സത്യത്തിൽ ഉർവശി ചേച്ചിയുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഇല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അവരുടെ സന്തോഷം അവരെ അറിയിക്കുന്നു. അവരെന്നെ കാണുന്ന ആദ്യമായിട്ടല്ലേ, അപ്പൊ ആ ഒരു സന്തോഷം എനിക്കും ഫീൽ ചെയ്യും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ എൽ ജഗദമ്മ 7B ആണ്. അപ്പൊ എലക്ഷൻ കാലഘട്ടമാണ് ഇപ്പൊ. സോഷ്യൽ മീഡിയയിൽ ഉർവശി ചേച്ചിയുടെ ഈ ഫിലിമിന്റെ ആയിക്കോട്ടെ, പിന്നെ സങ്കുടം ശ്യാമളയുടെ ഉള്ള അതൊക്കെ ഇപ്പൊ ട്രോളായി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉർവശി ചേച്ചി ചെയ്തത് പലതും ഇപ്പൊ റിയൽ ആയിട്ട് നടക്കുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയില്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നിയേ? സകുടുംബ ശ്യാമള വേറൊരു ജോണറാണ് ശരിക്കും പറഞ്ഞത്. അതെ, അത് പറഞ്ഞ ഒരു ചേട്ടനോടുള്ള ഒരു അസൂയയും എങ്ങനെ വൈരാഗ്യം തീർക്കാം, അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു വീണ് കിട്ടിയ ഒരു അവസരം മുതലാക്കുന്നവർക്ക് അല്ലാതെ രാഷ്ട്രീയത്തിൽ വരണമെന്നുള്ള ഒരു മോട്ടിവേഷൻ ഒന്നുമില്ല. പക്ഷെ ജഗദമ്മ അതല്ല. ജഗദമ്മ ജീവിതത്തിൽ ഒരു കരുതലോടെ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്. അവർക്കൊരു പ്രത്യേക ഘട്ടത്തിൽ ഇലക്ഷനിൽ നിൽക്കണമെന്ന് അവരുടെ ചുറ്റിനുള്ളവരൊക്കെ അങ്ങനെ പ്രേരിപ്പിച്ച് അവർക്കൊരു കോൺഫിഡൻസ് അതിൽ വരികയാണ്. പക്ഷെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ എടുത്തേടി വരാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ പുറകോട്ട് കാല് എടുക്കാനും നിവൃത്തിയില്ല, മുമ്പോട്ട് വെച്ചതിലോട്ട് ഇങ്ങനെ നീങ്ങേണ്ട ഒരു അവസ്ഥയും. അപ്പൊ അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവോ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ജഗദമ്മ ചെയ്തപ്പോ ചേച്ചിക്ക് തോന്നിയോ ഇനി ഞാൻ ജീവിതത്തിൽ ഇനി ഇതിലെ ഒന്നും നിക്കല, റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ പൊളിറ്റിക്സില്? ഇല്ല, പൊളിറ്റിക്സ് അല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് ആൾക്കാർക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നാൻ ഒരു പൊളിറ്റിക്സിൽ വന്നാലേ പറ്റുള്ളൂ എന്നൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അല്ലാതെ തന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ ഞങ്ങളുടെ ആരും പിറന്നാൾ ആഘോഷിക്കാറില്ല. ആ സമയത്ത് ആ ചെലവെന്ന് പറയുന്നത് നമ്മൾ വൃദ്ധസദനത്തിലും പിന്നെ ബുദ്ധി ഇതില്ലാത്ത കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു സ്കൂളുണ്ട് അവിടെ. ആ സ്കൂളില് അവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അതുപോലെ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്നത് അങ്ങനെ ചെയ്യുന്നു. അറിഞ്ഞും അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനിപ്പം ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിലേ പറ്റൂ എന്നതില്ല. പിന്നെ ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സമീപിക്കാനുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മനസ്സും ആ ഒരു വേയും നമുക്കുണ്ട്. അപ്പൊ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമ്മളിങ്ങനെ നിക്കണം എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഞാൻ അയ്യോ ഇങ്ങനെ ഒരു സബ്ജക്ട് ഇനിയിപ്പം ചെയ്യരുതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല ചൂട് സമയത്തായിരുന്നു പടം ഷൂട്ട് ചെയ്ത്. അപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഏരിയ കൊട്ടാരക്കര ആ ഭാഗങ്ങളൊക്കെയാണ്. ഇത്രയും അടുത്ത് സൂര്യൻ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പകൽ എത്ര വെയിലാണ്. ഇത് മുഴുവനും തൊഴിലുറപ്പും ആൾക്കൂട്ടവും അങ്ങനെയുള്ള ഈ ക്യാരക്ടർ വീട്ടിനകത്തിരിക്കുന്ന വളരെ കുറവാ. ഫുൾ ഔട്ട്ഡോർ ആണ്. പല സമയത്തും തോന്നിയിട്ടുണ്ട് അയ്യോ ഈശ്വര, ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ വീട്ടിനകത്ത് കുറെ ഷൂട്ടിങ് നമുക്കങ്ങ് റിലാക്സ്ഡ് ആയിട്ട് പോവും. ഇത് ഫുൾ ഷൂട്ടിങ്
42 ദിവസത്തിൽ ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 38-39 ദിവസം പുറത്തു തന്നെ ആയതിന്റെ ഒരു കുറെ നാളിന് ശേഷം അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇത് ഇപ്പം ചേച്ചി ഇപ്പം ഒരുപാട് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് രണ്ടെണ്ണൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് വന്നപ്പോ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തോന്നാൻ കാരണം? ഒരു ഹുക്ക് പോയിന്റ് എന്തായിരുന്നു ചേച്ചിക്ക്? അല്ല, അങ്ങനെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല പണ്ടേ. കാരണം നമുക്ക് അതിനു വേണ്ടി സമയം കണ്ടെത്താനോ അത് ഒരു പ്രൊഡക്ഷന്റെ ഒരു ഉത്തരവാദിത്വം എടുത്ത് നിൽക്കാനോ ഒന്നുമുള്ള കഴിവുമില്ല, താല്പര്യവുമില്ല. അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല എനിക്ക് ജീവിതത്തിൽ. നേരത്തെ ചെയ്തപ്പോഴും എന്റെ ബന്ധുക്കള് അവര് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ സിനിമയിൽ സജീവമായിരുന്നോണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയി, അത്രേ ഉള്ളൂ. അപ്പൊ അതിലൊരു പാർട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ താല്പര്യമില്ല. ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് തീരുമാനിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമല്ലോ, ഒരു നല്ല സബ്ജക്ട് അവർക്കൊക്കെ തോന്നി എന്ന് പറയുമ്പോൾ വേറൊരു പ്രൊഡ്യൂസറെ അന്വേഷിക്കാന്ന് പറയുന്നതിന് ഒരു ഔചിത്യക്കേടില്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സലാം അഹമ്മദ് എന്ന് പറയുന്ന ചേട്ടന്റെയും എന്റെയും ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്, അദ്ദേഹമാണ് ഇത് സിനിമയാക്കിയ നന്നായിരിക്കും ആദ്യം അഭിപ്രായപ്പെടുകയും അദ്ദേഹത്തിന്റെയും കൂടെ താല്പര്യം നിർബന്ധവും അതുപോലെയുള്ള കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ സിനിമ സെറ്റിലെ ഒരു പ്രൊഡ്യൂസറിന്റെ റോളും ചെയ്യണം, അതോ ചേട്ടൻ തന്നെയാണോ അതെല്ലാം നോക്കിയിരുന്നത്? ആക്ടിങ് എല്ലാം നോക്കിയിരുന്നു. എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് അഭിനയിക്കുക, തിരിച്ചു വരിക എന്നുള്ളതിൽ കൂടുതൽ ഒരു ഉത്തരവാദിത്വം എനിക്ക് പറ്റും. ശരി, ഇപ്പൊ പൊതുവേ നമ്മൾ ആരാധിക്കുന്ന മലയാളികൾ ആരാധിക്കുന്ന ഒരുപാട് നടന്മാർ ഇപ്പൊ രാഷ്ട്രീയത്തിലുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു സ്നേഹം കുറയുന്നതായിട്ട് ചേച്ചിക്ക് എപ്പോഴും ഇപ്പൊ പലപ്പോഴും നമ്മളിപ്പോ അവരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവർ സിനിമകളിൽ ചെയ്തു വെച്ചതായിരിക്കും ഓരോ പ്രേക്ഷകർക്ക് മനസ്സിൽ നിൽക്കുന്നത്. അപ്പൊ അവർ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവർക്ക് അവരുടേതായ പൊസിഷൻ നോക്കണം, നിലപാടുകൾ എടുക്കണം, അങ്ങനെ കുറച്ച് സ്നേഹക്കുറവുകൾ വരുന്നതായിട്ട് പൊതുവെ ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഈ കലാകാരന്മാർക്ക് രാഷ്ട്രീയം പറ്റത്തില്ല എന്ന് എപ്പോഴും? അവർക്ക് രാഷ്ട്രീയം പറ്റാത്തത് അവരുടെ കഴിവുകേട് കൊണ്ടൊന്നും. ഇപ്പൊ ഗണേശ് ചേട്ടൻ ഓരോ തവണ വരുമ്പോഴും എത്രയോ നല്ല കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. മുഖം നോക്കാതെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആരെയും എന്താ പറഞ്ഞ സോപ്പിടാനോ പതപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം. അതൊക്കെ നല്ലതാണ് എന്നുള്ളത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കും കാര്യങ്ങളാണ്. അതുപോലെ പല പല നടന്മാരും പല ആൾക്കാരും ഇപ്പം മുകേഷ് ചേട്ടൻ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഏരിയ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വിമർശനങ്ങളും എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും. ഇതിപ്പോ അഭിനയത്തിലായാലും എനിക്ക് അതിനോട് ഒരു പേഴ്സണലായിട്ട് താല്പര്യം തോന്നാത്തോണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല, നമ്മൾ ഒരു കൂട്ടരുടെ മാത്രം ഒരാളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കലാകാരന് കുറെ വിമർശനങ്ങൾ കൂടും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോട് താല്പര്യമില്ലാത്ത തെറ്റനയങ്ങളോട് താല്പര്യമില്ലാത്തവര് കുറെയൊക്കെ വിമർശിക്കേണ്ടി അവര് വിമർശിക്കും. അപ്പൊ അത് കേൾക്കാനുള്ള മനസ്സും കൊണ്ടാണല്ലോ വരുന്നത്. ഈ ചേച്ചി ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്, പെട്ടെന്ന് കാര്യം പെട്ടെന്ന് ഇതൊക്കെ ആവും. അപ്പം എന്നായിരുന്നു ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇത് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചതാണ്. ചേച്ചിയൊക്കെ MP അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ സങ്കടം പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ആയിരിക്കും ആദ്യം ഇരുന്ന് കരയണേന്ന് പറഞ്ഞു. അതൊക്കെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കണ്ണ് നിറഞ്ഞ അനൂപന്റെ കണ്ണ് നിറയും. അത് ആർട്ടിസ്റ്റുകൾ എല്ലാവരും കുറെ ഇമോഷണൽ ആണ്, സെൻസിറ്റീവ് ആണ്. അല്ലാത്തവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പരകായ പ്രവേശം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് ഇമോഷണൽ ആണെങ്കിൽ മാത്രമേ പറ്റൂ. പേഴ്സണലായിട്ട് കുറച്ച് ആ ഒരു സംഗതികളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത്. ഭയങ്കര എന്താ പറയുന്നത്, ഇപ്പം തിലകനങ്ങളിലൊക്കെ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു കാരിരുമ്പിന്റെ കൂട്ടിരിക്കുകയെന്ന് തോന്നും. പല കാര്യങ്ങളിലും വളരെ മനസ്സുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. പിന്നെ അത് ചിലപ്പം ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ നമുക്ക് അടുത്തറിയാവുന്നവർക്കറിയാം വളരെ ഇമോഷണൽ ആണ്. അങ്ങനെ ഒത്തിരി എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ ആയിരിക്കും, എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. കാരണം ഞാനൊരു ജോയിന്റ് ഫാമിലിയിൽ ഏറ്റവും ഇളയതായിട്ട് ഒരുപാട് സ്നേഹം കിട്ടിയും വാത്സല്യം കിട്ടിയും ഒക്കെയാണ് വളർന്നത്. സിനിമയിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു അംഗീകാരമായിരുന്നു എന്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെയും. അപ്പൊ അത് ഒരുപാട് സ്നേഹം കിട്ടിയവർക്ക് അങ്ങോട്ട് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഈ പടത്തിൽ ചേച്ചി ആക്ടിങ്ങിന്റെ ഒപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന ടാഗ് ലൈൻ വന്നോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഹിന്ദിയിലൊക്കെ നമുക്കാണെങ്കിൽ ചില ആർട്ടിസ്റ്റുകൾ പിന്മാറുന്നു സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ മെയിൻ റോൾ ചെയ്യുന്ന നടിമാരൊക്കെ പിന്മാറുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അത്ര ഭാരം ചേച്ചി വഹിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രൊഡ്യൂസറിന്റെ റോൾ ആയിട്ട് ഞാൻ ചോദിക്കാം, പ്രൊഡ്യൂസറിന്റെ ഇമോഷൻ അപ്പൊ എങ്ങനെയായിരിക്കും? പെട്ടെന്നൊന്ന് മാറുകയാണ്, അല്ലെങ്കിൽ 7 അപ്പൊ അവിടുത്തെ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഞാൻ 7 മണിക്കൂർ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഒരു നടി പറയുന്നു,
7 മണിക്കൂർ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പം ആസ് എ പ്രൊഡ്യൂസറിന്റെ ഒരു ഇമോഷൻ വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഡിമാൻഡ്സ് ഓരോ ആക്ടേഴ്സ് പറയുമ്പോൾ ചേച്ചി എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുന്നത്? ഇല്ല, നേരത്തെ പറഞ്ഞിട്ടാണ് ഒരു ആക്ടർ വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ. ഞാൻ ഇത്രേ വർക്ക് ചെയ്യുള്ളൂ, നേരത്തെ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്നുണ്ടെങ്കിൽ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്റെയും കൂടെ സൗകര്യം അനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. ഓക്കെ. അതിപ്പോ ഏത് ആക്ടർ ആയാലും. അല്ലാതെ പെട്ടെന്ന് അവര് തോന്നിയതുപോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി പ്രൊഡ്യൂസർക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ. അത് പ്രൊഡ്യൂസറുടെ അധികാരപരിധിപ്പെട്ട കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശമാണ്. അതെ. അതല്ലാതെ ഒരു ആർട്ടിസ്റ്റ് നേരത്തെ ഞാൻ ഇങ്ങനെ വരൂ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഫിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കേണ്ട കടമ പ്രൊഡ്യൂസർക്കും ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഓക്കെ. ചേച്ചി അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ചേച്ചി ഒരുപാട് മൂവീസ് ചെയ്തേക്കണം, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒപ്പം വർക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ചേച്ചി അങ്ങനെ ഒന്നും ചെയ്തു അങ്ങനെ പറയാ, അപ്പൊ പെട്ടെന്ന് ചേച്ചി ഈ ഒരു റോളിൽ കയറുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുമ്പോ എങ്ങനെയായിരിക്കും? ഇല്ലില്ല, മലയാളത്തിൽ ഒരു സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ 9 മുതൽ എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്തും. ഉറങ്ങിയൊന്നും എനിക്ക് എത്രയോ കാലം എന്റെ ഉറക്കം എന്ന് പറഞ്ഞ സംഗതിയില്ല. വണ്ടികളിലും യാത്രയിലൊക്കെയാണ് ഉറക്കമൊക്കെ. അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ആയിട്ടാണ് ഉറങ്ങി. അല്ലെങ്കിൽ 15 ദിവസമൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന ഏറ്റവും നല്ല സിനിമകളാണ് നിങ്ങൾ പറയുന്നതൊക്കെ 15ഉം 18ഉം ദിവസമാണ് തീർക്കാൻ. അതിന്റെയൊക്കെ ഏകദേശം ഒരു 75% ഞാൻ അതില് ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം 4 ഷൂട്ടിംഗ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സമ്പത്ത് മാത്രം നോക്കിയിട്ടല്ല, സൗഹൃദത്തിനും ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് പല പടങ്ങളും ചെയ്തിട്ടുള്ളത്. കുറെ സിനിമകൾ അങ്ങനെയാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ, എന്റെ മോളൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഡിമാൻഡ് ചെയ്തു 9 മുതൽ 6 മണി വരെ. അതിനുശേഷം എനിക്ക് പറ്റുമെങ്കിൽ നിൽക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ അത് ആലോചിച്ചിട്ട് ഇട്ടാൽ മതി എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ വരെയും അങ്ങനെയാണ്. പിന്നെ നമുക്കൊരു മനസാക്ഷി ഉണ്ട്, നൈറ്റ് എടുക്കേണ്ട സീനാണ്. പക്ഷെ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് മുഴുവൻ അപ്പൊ അത് പിന്നെ അത് തുടർന്ന് ചെയ്യുന്നുള്ളത് സിനിമയുടെ ഒരു സാധാരണ രീതിയാണ്. നല്ല കുഴപ്പമില്ല, അവരങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇത്തിരി ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ നിൽക്കും എന്ന് പറഞ്ഞാൽ മുതലെടുക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പൊ ഞാനാണെങ്കിലും പ്രൊഡ്യൂസർ സ്ഥാനത്ത് അങ്ങനെ ചെയ്യണമെന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. പെട്ടെന്ന് തീർക്കാൻ പറ്റുമല്ലോ. കാരണം 9 മുതൽ 9 വരെയാണ് ഒരു ദിവസം. ബാക്കിയുള്ള ഈ തൊഴിലാളികളുടെ ഒരു സമയത്തിന്റെ കണക്ക്. അത് മുഴുവൻ തീർത്താൽ ലാഭമാണല്ലോ എന്ന് ചിന്തിക്കുന്ന സിനിമകളുണ്ട്. അതിൽ വളരെ ബുദ്ധിമുട്ടി വർക്ക് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കലയെ സ്നേഹിക്കുന്നുണ്ടല്ല, നമ്മുടെ ഒരു മനസാക്ഷിക്ക് വേണ്ടി നമ്മൾ ചെയ്യും. പക്ഷെ പിറ്റേന്ന് അതിന്റെ പേരിൽ നമ്മൾ രാവിലെ നമുക്ക് ക്ഷീണം വന്ന് കുറച്ച് ഡിലേ ആയാൽ മുഴുവൻ നമ്മുടെ പേരിൽ കുറ്റം കൊണ്ടുവന്ന് വയ്ക്കും. ചിലപ്പോൾ നമ്മൾ അറിയാതെ പാക്കപ്പ് ചെയ്ത് പോവും. അവര് കിടന്ന് ഒരു മണിക്കൂർ ഒരു കാരവന് കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് മുഴുവൻ നമ്മുടെ തലയിൽ വെക്കുന്ന അങ്ങനെയുള്ള ടെൻഡൻസികളൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷെ ഞാനൊന്നും വകവെക്കാറില്ല എന്നുള്ളതാണ് ഇപ്പൊ. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ട് ഇനിയിപ്പം ഒന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ ചേച്ചി പണ്ടത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാർ തിയേറ്ററിൽ വരുന്നത് ഇപ്പൊ നിങ്ങളുടെ ഒക്കെ ഓരോ പടങ്ങള് മാത്രം മതി ലേബിൾ ചെയ്യാനല്ലേ, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇല്ല, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക ഇന്റർവ്യൂ ഷോസ് ഒന്നും പണ്ട് കാലഘട്ടത്തിൽ ഇല്ല. ഉർവശി ചേച്ചിയുടെ ഒരു പടം അല്ലെങ്കിൽ ജയറാമേട്ടന്റെ, ലാലേട്ടന്റെ, മമ്മൂക്കയുടെ, ശ്രീനിവാസൻ സാറിന്റെ ഒക്കെ ഒരു പടം എന്ന് കേട്ടാൽ തന്നെ കയറാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ന് കാലം മാറി, ഇന്ന് ഈ പ്രൊമോഷൻസും ഇപ്പം ജനങ്ങളിലേക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എന്നിട്ടും തിയേറ്ററിൽ ആൾക്കാർ കയറാത്തൊരു അവസ്ഥകള് പലരും ഫേസ് ചെയ്യുന്നുണ്ട്, പല പ്രൊഡ്യൂസേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ ചേച്ചിക്ക് തോന്നിയേക്കുന്നത്? ഇല്ല, ഇത് കറക്റ്റ് ആണ്. കാരണം പണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഏരിയയിലുള്ള തിയേറ്റേഴ്സ് മെയിൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ തിയേറ്ററിൽ എന്താ, ഈ തിയേറ്ററിൽ എന്താ, ന്യൂസ് പേപ്പർ നോക്കിയിട്ടാണ് നമ്മളത് ഈ തിയേറ്ററിൽ ഈ പടം റിലീസായി കേട്ടോ, അതൊന്ന് പോയി കാണാം. അല്ലെങ്കിൽ കണ്ടവര് നമ്മളോട് പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ പറയും നല്ലൊരു സിനിമ കേട്ടോ, പിള്ളേരെയൊക്കെ വിളിച്ചോണ്ട് കാണിക്കണം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതല്ല. വലിയ വലിയ മോളുകളില് ഒരു മോളിൽ തന്നെ ചിലപ്പോ 5ഉം 6ഉം ഷോ തിയേറ്റേഴ്സ് അങ്ങനെ ഉണ്ടാവും. അപ്പൊ കാലഘട്ടത്തിന്റെ പുതിയുള്ളൊരു മാറ്റമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ പ്രൊമോഷൻ ആവശ്യം വരും. കാരണം തിയേറ്ററിലും ഇതൊക്കെ പണ്ടത്തെ പോലെയുള്ള ഈ വലിയ പോസ്റ്റർ സംവിധാനങ്ങള് അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഏത് പടമാണ് ഏത് സമയത്ത് ഷോ ആണെന്ന് മനസ്സിലാക്കാൻ പോലും വളരെ ഡീപ്പായിട്ട് നമ്മൾ അന്വേഷിച്ചറിയണം. അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും മാറി. പിന്നെ നമ്മൾ അതിന്റെ ഭാഗമാനേ നിവർത്തിയുള്ളൂ. ഇപ്പോഴും നമുക്ക് മടുപ്പ് തന്നെയാണ്. കാരണം എന്തിനാണ് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മളത് ഫ്രീ ആണ്. പിന്നെ അത് ഓടിക്കഴിഞ്ഞ് ചിലപ്പോൾ 100ാമത്തെ ദിവസമോ 50ാമത്തെ ദിവസമോ ഒക്കെ ആഘോഷിക്കും. അതിലൊന്ന് പങ്കെടുക്കണം. അപ്പൊ ഒരു ഷീൽഡ് തരും, അതൊരു വലിയ കാര്യമാണ്. ഇപ്പം അങ്ങനെ 100 ദിവസം എന്നൊക്കെ പറയുന്നത് ഒരു മഹാത്ഭുതമായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ഒരു 25 ദിവസം എന്ന് പറയുന്നത് തന്നെ ഇത്രയും തിയേറ്റേഴ്സ് ഉള്ളത് കൊണ്ട്
അങ്ങനെ 25 ദിവസം ഓടിയാൽ തന്നെ ഒരു അത്യാവശ്യം ഹിറ്റ് ആണെന്നൊക്കെയാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ഒരു മൂവി ഇപ്പൊ ഇലക്ഷൻ ടൈമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇലക്ഷൻ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കായിരുന്നു. അപ്പൊ ആ ഒരു പ്ലാനിങ്ങിലാണോ ഒരു പ്രൊഡ്യൂസറിന്റെ ഒരു ബുദ്ധി ഉദിച്ചാണ് ഇപ്പൊ തന്നെ അങ്ങ് ഇപ്പോഴും അല്ല, കൂടെ ഒന്നും കൂടെ റിലീസ് ബുദ്ധി ചെയ്തേക്കാൻ? എന്നുള്ളതല്ല, ആ ഈ സമയത്ത് റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. അതെ അതെ തീർച്ചയായിട്ടും അതെ. ഈ സമയത്ത് തന്നെയാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ഈ സിനിമയിൽ. ഓക്കെ. അല്ലാതെ ഒരു നോർമൽ പീരീഡിൽ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സമയത്തായിരിക്കും അത് കൂടുതൽ നന്നാവുക എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ചേച്ചിയുടെ ഓരോ ക്യാരക്ടേഴ്സും ഒക്കെ വലിയ മാറ്റങ്ങളൊന്നും ചേച്ചിയുടെ ബോഡിക്ക് ഒന്നും കൊണ്ടുവരില്ല. പക്ഷെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ചെറുത് പൊട്ടാകാം, വളയാകാം, എന്തെങ്കിലും പുള്ളൊഴിക്കലാണെങ്കിലും ചേച്ചി ഇടുന്ന സാരി അല്ലെങ്കിൽ ആ വള ഒക്കെ മനസ്സിലാകുമ്പോൾ ഓക്കെ ആ ഒരു കഥാപാത്രം അങ്ങനെയാണ്. ഇപ്പൊ ഇതിലേക്ക് വരുമ്പോ ജഗദമ്മയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു മെമ്പർ? ക്യാമറാമാൻ ഒരു കളർ കോമ്പിനേഷൻ പറയുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അതെ. അതേ മെയിൻ ആർട്ടിസ്റ്റ് ഇന്ന ആർട്ടിസ്റ്റിന് ഈ കളർ കോമ്പിനേഷൻ മതി, ഓക്കെ ഇന്ന ഈ ഹീറോയ്ക്ക് ഇങ്ങനത്തേത് മതി എന്ന് അവര് തന്നെ ഡിമാൻഡ് ചെയ്ത് പറയും. ഓക്കെ ഓക്കെ ഒരു കളർ ടോൺ പറയും. ഓക്കെ. അപ്പൊ ഇതിൽ അനിയനായരാണ് ക്യാമറ. അദ്ദേഹം പറഞ്ഞൊരു ബ്ലൂവിന്റെ ടോൺ കുറച്ച് വന്നാൽ നന്നായിരിക്കും കൂടുതലായിട്ട്, അതിനകത്തുള്ള മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സ് മതി എന്ന് പറയുകയായിരുന്നു. ഓക്കെ. ഇപ്പൊ സകുടുംബശ്യാമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം മതി എന്നാ അതെ പറഞ്ഞു അതെ എന്നോട്. അതെ അപ്പൊ ആ സാരീസ് മുഴുവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ വേറെ കളേഴ്സിൽ പോയിട്ടുള്ളത്. അതെ അതെ ബാക്കി മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതെ അതെ അതെ. അപ്പൊ അത് അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ്. അല്ല നമ്മൾ ഒരു ഫാൻസി ഡ്രസ് പോലെ നമ്മൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, പണ്ടും ഇല്ല എനിക്ക്. പണ്ടുമില്ല. ഓ എല്ലാം അവര് തന്നെ പറയുന്ന പിന്നെ അവർ പറയുന്ന അവരുടെ ക്യാരക്ടേഴ്സിന് അവർക്ക് എന്താണോ ആവശ്യം ഓക്കെ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ. ഈ ജഗദമ്മ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേന് ചേച്ചി ആരെങ്കിലും മെയിൻലി പോയി അടുത്തിരുന്നിട്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലോ ഡയറക്ടേഴ്സ് പറയുന്ന പോലെ തന്നെയാണോ, അതോ ആരെങ്കിലും അങ്ങനെ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തിനൊക്കെ പോയി ഉണ്ട്. കുറച്ച് ലൗഡായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളെ ഞാൻ ഈ ക്യാരക്ടർ ഈ ക്യാരക്ടർ ചെയ്തതിന് എത്രയോ മുമ്പ് തന്നെ രാഷ്ട്രീയപരമായിട്ടും വളരെ ഈ നോർമൽ സ്ലാങ്ങിൽ സംസാരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോൾ സാഹിത്യപരമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ചടുലമായിട്ട് സംസാരിക്കുന്ന സ്ത്രീകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ താഴേക്കടയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അവര്. അപ്പൊ അവര് നമ്മളോട് സംസാരിക്കുന്ന സ്ലാങ് ഇപ്പൊ ഇതിൽ ട്രിവാൻഡ്രം സ്ലാങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷെ ഒരു സ്റ്റേജിലോ ആൾക്കാരുടെ മുമ്പിലോ സംസാരിക്കുമ്പോൾ ഭയങ്കര കടുപ്പമുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അത്ഭുതം ഇവരെങ്ങനെ. അപ്പൊ അത് അവരുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സംസാരിക്കണം എന്നൊക്കെയുള്ള അങ്ങനെ രാഷ്ട്രീയ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അങ്ങോട്ട് ചെന്ന് ഇടപെടുന്ന സ്വഭാവമുള്ള പലരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് കുറെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ലൗഡ് ആയിരിക്കുമല്ലോ, ഈ ചെറുതായിട്ടുള്ള ആ ശബ്ദമല്ല, കുറച്ച് വലിയ ശബ്ദത്തിൽ സംസാരിക്കും. പിന്നെ എന്താ എന്ന് ചോദിക്കുന്നത് എന്താ അങ്ങനെ സംസാരിക്കും. അങ്ങനത്തെ പ്രകൃതമുള്ള ചിലരുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ മുകേഷ് ചേട്ടനായിട്ട് അടുത്ത് നിൽക്കുന്നോണ്ട് ചോദിക്കാം, മുകേഷ് ചേട്ടന്റെ പൊതുപരിപാടി നേരിട്ട് കണ്ടിട്ടോ? കാരണം നിങ്ങൾ രണ്ടൊരു ക്ലോസ് ആയിരിക്കുന്ന ടൈമിൽ എന്തായിരിക്കും തമാശ പറയുകയും കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും, ഒരു പൊതുപരിപാടിയിൽ വരുമ്പോഴത്തേനും വേറെ ഒരു റോൾ ആയിരിക്കുമല്ലോ. അത് കണ്ടപ്പോ എന്താ ഉർവശി ചേച്ചിക്ക് തോന്നിട്ടുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്ന മുകേഷ് തന്നെയാണോ എന്ന് അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഉണ്ട്. മുകേഷ് ചേട്ടൻ സുന്ദരമായിട്ട് തമാശ പറയുന്ന ആളാണ്. കാരണം ജീവിതത്തിൽ നല്ല കോമഡി ടൈമിങ്ങിൽ ആ പഞ്ചോടുകൂടി പറയുന്ന വളരെ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ മുകേഷ് ചേട്ടനെ നമ്മളെ കുറിച്ച് കളിയാക്കി പറഞ്ഞാലും നമ്മൾ ആദ്യം ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ടേ പിന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് കറക്റ്റ് ആയിരിക്കും പറയുന്നത്, സമയോചിതമായിട്ട് പറയുകയും ചെയ്യും. അപ്പൊ ചില സമയത്ത് മുകേഷ് ചേട്ടൻ വളരെ ഗൗരവത്തിൽ സംസാരിക്കുമ്പം നമുക്ക് അത്ഭുതം തോന്നും. തമാശ ഇത്രയും പറയുന്ന മുകേഷ് ചേട്ടനാണ് ഇത്രയും ഗൗരവക്കാരനായിട്ട്. ആ രണ്ട് എക്സ്ട്രീം ഉണ്ടാവും. ഈ തമാശ പറയുന്ന എല്ലാവരിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ജഗദീഷ് ശ്രീകുമാർ ഒരിക്കലും പേഴ്സണൽ ലൈഫിൽ ഒരു കൊമേഡിയനേ അല്ല. പുള്ളി സാധാരണ സ്റ്റേജിൽ സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് പുള്ളിയോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു എനിക്ക്. കാരണം ഒരുപാട് കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് കളയും. എനിക്ക് എന്നെ ഒന്നും അത് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഞാൻ ചത്താ പോലും നിങ്ങൾ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് കളയും. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷനും പറയാൻ കാരണങ്ങൾ കാണും. പക്ഷെ ഒരിക്കലും നമ്മൾ ജഗതിയുടെ വായിന്ന് ഇത്തരം വാക്കുകൾ പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെയൊക്കെ സംസാരിക്കും. പിന്നെ വെറുതെ ഇരിക്കുമ്പം ചിലര് വന്നിട്ട് ജഗദീഷ് കുമാറിനെ കാണുമ്പോൾ ഉള്ള രീതിയിൽ ചിരി വരുമല്ലോ, ചിരിച്ചാൽ പെട്ടെന്ന് ചൂടാവും. പുള്ളി എപ്പോ ദേഷ്യപ്പെടുന്നു പറയാൻ പറ്റില്ല. ഇപ്പൊ കാരണം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്,
വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്ന ആളാണ്, നല്ല പുസ്തകം വായിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഗൗരവമുള്ള ആളാണ്. വെറുതെ അങ്ങനെ കോമഡി പറയാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മുകേഷ് ചേട്ടനാണ് ഞാൻ കണ്ടതില് ആരോടായാലും എത്ര ഗൗരവക്കാരുടെ അടുത്ത് ആ സമയത്ത് അത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. നിങ്ങൾ കണ്ടോണ്ട് ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, ജഗദീഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മുകേഷ് ചേട്ടൻ ഇപ്പൊ എന്താ പറയുന്നത്, ഈ തമിഴ്നാട്ടിലൊക്കെ പറയും കേട്ടോ, എന്നുവെച്ചാൽ ആർക്കും പിടികൊടുക്കാത്ത രീതിയിൽ എന്ത് പറഞ്ഞാലും ജയിക്കാൻ പറ്റത്തില്ല ജഗദീഷിന്റെ അടുത്ത്. നമുക്ക് ജയിച്ചു നിൽക്കാനേ പറ്റത്തില്ല. ഈ പൊട്ടനാണ് മണ്ടനാണെന്നൊക്കെ പറഞ്ഞാലും അതെ ആണ്, മണ്ടനാണ്. എന്നിട്ട് നമ്മളെ തന്നെ ചമ്മിപ്പിക്കുന്ന തരത്തിൽ വേറൊരു കാര്യം പറഞ്ഞുകളായി. നമ്മളൊന്നും പറഞ്ഞാൽ സമ്മതിച്ചിരുത്തില്ല മുകേഷ് ചേട്ടാ. ഈ തമിഴ്നാട്ടിൽ പറയും കേട്ടോ, കഴിവറ മീനില്ല കഴിവറ മീൻ എന്നുവെച്ചാൽ കഴിവിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അതിന്ന് തെന്നി പോകുന്ന മീൻ എന്താ പറയുന്നു. അതിന് എന്താണ് ആ വാക്ക് ഒന്നുകൂടെ പറഞ്ഞേ. അയ്യോ സൂപ്പറാണ് ഋഷി, ഇത് തന്നെ പറയണം കേട്ടോ. ഇത് തന്നെ എന്താ ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സത്യം. ഇത് തന്നെ പറയണ്ട മറക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ചേട്ടാ ഞാൻ പറയാം, സൂപ്പർ. ഞാനുണ്ടോ ഒരു വണ്ടി ആ ജീവനാന്ന് കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ് ഈ മുകേഷ് ചേട്ടൻ. എന്നെ സ്ഥിരമായിട്ട് പറ്റിച്ച് ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത്രയും പ്രായമായിട്ട് വീണ്ടും ഞാൻ മറന്നുപോയി, പ്രോത്സാഹിപ്പിച്ചോടനെ മറഞ്ഞു പോയി ഞാൻ. ശരി ചേട്ടാ ഞാൻ പറയാൻ ചേട്ടാ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ചെറിയ പറഞ്ഞ പുള്ളി എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ മഹാഭാവി കുറച്ചു പ്രോത്സാഹിപ്പിച്ചതാ. പക്ഷെ അറിയാം ജഗദീഷേട്ടൻ അറിയാം മുകേഷ് ചേട്ടനാണ് പ്രോത്സാഹിപ്പിച്ച് വിട്ടുകൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. എന്താ എങ്ങനെ സംസാരിച്ചേ എന്നൊന്നും ചോദിക്കാൻ പറ്റുകയില്ല മുകേഷ് ചേട്ടന്. അപ്പൊ അത് മുകേഷ് ചേട്ടനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ. എന്നാൽ ഗൗരവത്തിലോ ദേഷ്യത്തിലോ മുകേഷ് ചേട്ടൻ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരക്ഷരം മിണ്ടാതെ നിശബ്ദമായി. ഇത്രയും വ്യത്യാസമുണ്ട്. ഈ ചേച്ചി ഇപ്പൊ ഒരുപാട് പേരെ ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല, ഇങ്ങനെ അറിയാതെ അറിഞ്ഞുമായിട്ട് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഈ പൊതുവേ ഉള്ള ഒരു ധാരണ നമുക്ക് രാഷ്ട്രീയത്തിലായ അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ധാരണയുണ്ട്, പൊളിറ്റിക്സിൽ കയറിയിട്ടുണ്ടെങ്കിലാണ് കുറച്ച് സഹായങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, സമൂഹത്തിന് നല്ലത് ചെയ്യാൻ പറ്റില്ല. ചേച്ചി അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? പൊളിറ്റിക്സ് തന്നെ വേണോ ആൾക്കാരെ സഹായിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ പല കാര്യങ്ങളും ഇടപെടാനോ? അല്ല, എന്റെ പിറന്നാൾ ആഘോഷിക്കാതെ ഞാൻ ആ ചെലവ് മറ്റൊരാൾക്ക്, ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി കയറണം, ഇതൊരു ഏർപ്പാടായത്. അല്ല പിറന്നാളല്ല, മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടി കയറിയിട്ട് സഹായിക്കാന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ പണം മനസ്സിൽ കണ്ടുകൊണ്ട് അത് വെച്ച് സഹായിക്കാന്നുള്ളതായിരിക്കും. അതിന്റെ ആവശ്യമില്ല. കാരണം ലോകത്ത് കേരളത്തിലെ ജനതയെ പോലെ ഭാഗ്യം ചെയ്തവർ ആ കാര്യത്തിൽ വേറൊരാളുണ്ടാവില്ല, വേറെ ഒരു നാടും ഉണ്ടാവില്ല. കാരണം എത്ര കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കാൻ, എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ, ഒരു നാടിന്റെ ദുരന്തത്തിൽ കൈകോർത്ത് കൂടെ നിന്ന് നമ്മളെ സഹായിക്കാൻ ഇത്രമാത്രം ആൾക്കാരുള്ള ഒരു നാട് വേറെ ഇല്ല. നമ്മളൊരാള് ആശുപത്രി കിടക്കുകയാണ്, ഒരു ഓപ്പറേഷനാണ് നിർത്തിയിരുന്ന് പറഞ്ഞാൽ ഉദാരമതികളായിട്ടുള്ള വിദേശ മലയാളികള് അവര് കൈയച്ച് സഹായിക്കാണ് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ രക്ഷിക്കാനെന്നോണം. അത്രയും പ്രതീക്ഷിച്ച് 1-2 ലക്ഷങ്ങളല്ല, 19 ലക്ഷം, 35 ലക്ഷം, 45 ലക്ഷം ഒക്കെ ദിവസങ്ങൾക്കുള്ളിൽ വേണോന്ന് പറഞ്ഞ് അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള എത്രയോ കേസുകൾ നമുക്കറിയാം. അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് സർക്കാരിനെ അല്ലാതെ എല്ലാ ദുരന്തത്തിലും ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന അത്രമാത്രം ആൾക്കാരുള്ള മറ്റൊരു നാടില്ല. അതിനൊരു അവരാരും ഒരു പാർട്ടിയും വിശ്വസിച്ചല്ല നമ്മളെ സഹായിക്കുന്നത്. എന്തിനാ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് തന്നെ സഹായിക്കണമെന്നുള്ളത്? പിന്നെ തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഒരു സുവർണ കാലഘട്ടം ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്ന ആ ഒരു പീരീഡ് ഏതാണ്? മനസ്സിൽ ഇപ്പൊ ഒരു സുവർണ കാലഘട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു പീരീഡ് ഏതാണ്? അങ്ങനെ എനിക്ക് ഒരു കാലഘട്ടവും സുവർണമെന്നോ സുവർണമല്ലാത്തതെന്നോ തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലൊരു ഗ്യാപ്പായിട്ട് വീട്ടിലെടുത്ത് റെസ്റ്റ് എടുത്തത് കോവിഡ് സമയത്ത് മാത്രമാണ്. അല്ലാതെ എൻ്റെ കരിയറിൽ ഞാൻ തുടങ്ങിയിട്ട് എൻ്റെ മോളെ പ്രസവിക്കുമ്പോഴും പ്രസവത്തിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡോക്ടർ എന്നെ വളരെ ശക്തമായിട്ട് എന്നെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ട്, ഉറച്ച് ഇത് വളരെ ബോറാണ് എന്ന് പറഞ്ഞ്, നാളെ എന്തെങ്കിലും കുഞ്ഞിന് സംഭവിച്ചാൽ എൻ്റെ 100% ഉത്തരവാദി ഉർവശി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ട് ഞാൻ പോവാതിരുന്നതാണ്.
അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയത്തുമില്ല. ഇതെന്റെ സുവർണ്ണ കാലഘട്ടമാണോ അതൊന്നും എനിക്കറിയില്ല. അറിയത്തില്ല. ഞാൻ ആ ഗോ വിത്ത് ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. ചേച്ചിയുടെ ഇങ്ങനത്തെ ഈ സംസാര രീതിയാണോ ചേച്ചി പോലും അറിയാണ്ട് പല കോൺട്രവേഴ്സീസ് ഇപ്പൊ ചേച്ചിക്ക് മൊമെന്റോ തന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിനെ അല്ലെ സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യുന്നു. ചേച്ചി പോലും അറിയുന്നുണ്ടാവില്ല. ചേച്ചി അതൊരു കലാകാരി ബഹുമാനിച്ച് കാണുന്ന എല്ലാരും ചേച്ചിയുടെ മുന്നിൽ ഒരു കലാകാരന്മാരാണ്. മീഡിയാസ് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് അവര് ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്, തീർച്ചയായിട്ടും ഞാൻ അങ്ങേയറ്റം അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരാളിനെ കൊച്ചാക്കാനും എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നും, എന്തുകൊണ്ട് ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് മറ്റൊരു വ്യക്തി ആ ഒരു റേഞ്ചിലുള്ള ഒരാളെ കൊടുക്കാത്ത എന്താന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവര് എന്നോടുള്ള പരിഗണന വെച്ച് ചോദിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്. നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ളവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാര് പല സ്ഥലത്തും അവരിൽ നിന്നും ഉണ്ടായ പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോ ഈ തലമുറയിലെ കുട്ടികളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം. ഇപ്പൊ ചാക്കോച്ചന്റെ ഒരു സ്റ്റേജ് എനിക്ക് ഏതെങ്കിലും ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ പോലും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാക്കോച്ചന്റെ കൂടെ ഒരു സിനിമയാണ്. കാരണം ഞാനും ചാക്കോച്ചൻ തമ്പി വിരലിൽ എണ്ണാവുന്ന വ്യത്യാസമേ ഉള്ളൂ, പ്രായ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ എന്റെ മോളെ പ്രസവിക്കുന്നതിന് മുമ്പ്, മോളെ 2 മാസമാണ് വയറ്റിൽ, എനിക്ക് ആ സമയത്താണ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകാന്നൊരു സിനിമയില് ഞാൻ ചോദിച്ചു, അയ്യോ സത്യത്തിൽ അത് ശരിയാവോ? ഇല്ല ഋഷി, നായകനേക്കാൾ കുറച്ച് പുഷ്ടിയുള്ളൊരു നായികയാണ്, പക്ഷെ അവര് ഒരുമിക്കും എന്ന് തന്നെ വിശ്വാസം തോന്നുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അത്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രഗ്നന്റ് ആയതുകൊണ്ട് നമ്മള് അഭിനയിക്കണ്ടെന്നുള്ള തീരുമാനത്തിലാണ്. സത്യം പറഞ്ഞ അങ്ങനെ ആയിരുന്നു. പക്ഷെ പിന്നീട് ആ തീരുമാനം മാറ്റേണ്ടി വന്നു എന്നുള്ള വേറെ കാര്യം. അപ്പൊ ആ സിനിമ ഞാൻ ചെയ്യണമായിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം തമിഴ് ഹീറോസിനെയൊക്കെ പോലെ എല്ലാ ഡാൻസും സിനിമാറ്റിക് ഡാൻസും ഒക്കെ മനോഹരമായിട്ട് ചെയ്താണ് വന്നത് ചാക്കോച്ചൻ. ഈ സിനിമ ചെയ്യാൻ പറ്റാതെ പോയല്ലോ എന്നൊരു. ചാക്കോച്ചൻ എനിക്ക് അവാർഡ് തന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ജനറേഷനിൽ അവരിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുമ്പോഴാണ് ഒരു വലിയ സന്തോഷം. ഞാൻ അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ സീനിയറായിട്ട് കണക്കാക്കാതെ ഈ ഒരു ജനറേഷനിൽ നിന്ന് ഉള്ളവരിൽ നിന്ന് കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് എനിക്ക് ഒരാളുടെയും കൂടെ പേര്, നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സാറ്. കാരണം ചേച്ചി എപ്പോഴും പറയണ്ടായി, നമ്മൾ എന്ത് വെച്ചാലും ശ്രീനിച്ചേട്ടനാണ് എനിക്ക് എല്ലാം, അല്ലെങ്കിൽ ഏറ്റവും ആരാധിക്കുന്ന ഒരു നടൻ ശ്രീനിച്ചേട്ടനാണ്. അപ്പൊ ശ്രീനിവാസൻ സാറിനെ പറ്റി ഒരു ഓർമ്മയും കൂടെ പങ്കുവെച്ച് നോക്കിയ ഒരു ഇന്റർവ്യൂ. ഓർമ്മ പങ്കുവെക്കാൻ ഞാൻ മറന്നിട്ടേ ഇല്ല ശ്രീനിയേട്ടനെ. ഒരിക്കലും മറക്കാൻ പറ്റില്ല ശ്രീനിയേട്ടനെ. വ്യക്തിപരമായിട്ടും എനിക്ക് മറക്കാൻ പറ്റില്ല. ജീവിതത്തിലെ വളരെ എന്താ പറയുക, പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും പരോക്ഷമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. നമ്മൾ അബദ്ധത്തിൽ വീഴാൻ സാധ്യതയുള്ള സമയത്തൊക്കെ പക്ഷെ നല്ല ബുദ്ധിയുള്ള ആളല്ലേ, ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതൊന്നും ആർക്കും അറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെയൊന്നും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഉപദേശിക്കുകയോ അങ്ങനെയൊന്നും കാണിക്കുന്ന ഒരാളല്ല. പക്ഷെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന പല സ്റ്റേജിലും ശ്രീനിയേട്ടൻ വളരെ വിലയുള്ള ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എനിക്ക് ശ്രീനിയേട്ടൻ എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതീകമാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ള പുരസ്കാരങ്ങളോ കാര്യങ്ങളോ അദ്ദേഹത്തെ തേടി എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. അവസാനം വരെ അതൊരു വലിയ വിഷമം തന്നെയാണ്. ഓക്കെ ചേച്ചി, അപ്പൊ എൽ ജഗദമ്മ 7P കറക്റ്റ് ടൈമിലാണ് ഇറക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലൂടെ ഇനി അല്ലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തട്ടെ, കുറെ ചിന്തിക്കാൻ പറ്റട്ടെ, ചിന്തിപ്പിക്കട്ടെ അല്ലെ ജഗദമ്മ, ഒരുപാട് ജനങ്ങളെ ചിന്തിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.